അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാമേശ്വരം ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാരായിട്ട് നമ്മുടെ അറിയുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ ഈ യാത്ര രാവിലെ പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു ആദ്യം ഞങ്ങൾ ഇട്ടിരുന്നത്. പിന്നീട് അത് വൈകുന്നേരത്തേക്ക് ആക്കി. അപ്പോൾ വൈകുന്നേരം പോകുന്നതാണ് നല്ലത്. അപ്പോൾ വണ്ടിയിലേക്ക് ഇരുന്ന് ഉറങ്ങി നമുക്ക് നേരം വെളുത്ത് അമ്പലത്തിൻ്റെ ചെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും ഇങ്ങനെ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ യാത്രയെ കണ്ടു. അപ്പോൾ അതിന് രാത്രി യാത്ര ചെയ്യുന്ന പേരിൽ നമുക്ക് പാമ്പമ്പാലമൊന്നും നമുക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം രണ്ടാമത് വരെയാണ് ചെയ്തത്. ഓട്ടോറിക്ഷയ്ക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടാമത് വന്നത് കേട്ടോ. ഒരു 15 കിലോമീറ്ററോളം അവിടെ നിന്ന് ഇങ്ങോട്ട് വഴിയുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ വരെയാണ് ചെയ്തത്. കാരണം എല്ലാവരും കൂടി വരാൻ പറ്റില്ല, പിന്നെ വണ്ടി രണ്ടാമത് ഓടിച്ച് വരാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് കാണണം. ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്തതാണ് ഇതിലെ. അപ്പോൾ ഒരുപാട് യാത്രകൾ ഞാൻ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ഞങ്ങൾ ഈ രാമേശ്വരം യാത്ര ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാഴ്ച ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് പാസ് ചെയ്തൊരു എനിക്ക് തോന്നുന്നു ഒരു 6 മണി ആ സമയത്തൊക്കെ ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അധികം വീഡിയോ ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ നമ്മളവിടെ വണ്ടിയിൽ നിർത്തി നമുക്ക് കാണാനുള്ളൊരു സൗകര്യമൊക്കെ എല്ലാം ചെയ്തു തന്നു. പക്ഷേ ഒരു വീഡിയോ എടുക്കാനുള്ള ക്ലാരിറ്റി ഒരു ക്ലിയർ അവിടെ നമുക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് വണ്ടി വിളിച്ചാലും നമുക്കൊന്ന് വരണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ട് ഞങ്ങൾ അന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോവാം എന്നുള്ള ഇത് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പറയണത് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരെയും അറേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. കാരണം പല ഗ്രൂപ്പുകളായിട്ടാണ് എല്ലാവരും പോയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഞാനും വെളിയിലും ചേച്ചിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനകത്തോട്ട് കയറി ഇങ്ങനെ ഒരു പ്ലാനറ്റ് വരെയായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ആ ഹാർബറും കാണുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓട്ടോക്കാരനോട് നമ്മൾ ചോദിച്ചു. നമ്മളോട് ചോദിച്ചപ്പോൾ അയാൾ 500 രൂപ പറഞ്ഞു. പിന്നെ വേറെ ആൾ ചോദിച്ചു 600 രൂപയ്ക്ക് കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 600 രൂപയുടെ ഒരാളെ വിളിച്ചാണ് നമ്മൾ പോയത്. അപ്പോൾ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല സ്ഥലങ്ങൾ കാണിക്കണം. അപ്പോൾ ഹാർബർ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ പാമ്പൻ ഹാർബറിലോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട്. അപ്പോൾ ആ ഹാർബറും കൂടി നമുക്ക് എല്ലാം വന്ന് കാണാനൊന്നും പറ്റില്ല, കാരണം ഒരു ഇത്തിരി അകലമുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഹാർബർ കാണാനുള്ള കാഴ്ചകളാണ്. അവിടെ ചെന്നപ്പോൾ നമുക്ക് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത്യാവശ്യം തിരക്കും കൊണ്ടിട്ട് അവിടെ. അപ്പോൾ അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കുറച്ചും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇത് നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് കിടക്കണം. എന്നും നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിപ്പോൾ നമുക്ക് സേവ് ചെയ്ത് വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത്. വഴികളും കാര്യങ്ങളൊക്കെ ഇനി എന്നും പോയി കാണാനൊന്നും പറ്റില്ല. പിന്നെ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ചോദിക്കും, ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ ഞാൻ പോയിട്ടുണ്ട് അവിടെ അങ്ങനെയല്ല. നമ്മൾ ഏത് സമയത്ത് പോയാലും അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പണ്ട് പോയതായിരിക്കണമെന്നില്ല പിന്നെ. അപ്പോൾ യാത്രകൾ എപ്പോഴും ഇതേപോലെ വീഡിയോ ആയിട്ടല്ല കാണേണ്ടത്, എപ്പോഴും ചെന്ന് കാണാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാമ്പൻ ഹാർബർ. നല്ല തിരക്കുള്ളൊരു ഹാർബറാണ് കേട്ടോ. ഇത് ഓട്ടോറിക്ഷയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ. ഇവിടെ മീനും ഇത് എന്തോ കടൽ മാക്രി എന്ന് തോന്നുന്നത് വളത്തിന് വേണ്ടിയിട്ടാണ്. കണ്ടുപോകാൻ മീനൊക്കെ വളത്തിന് വേണ്ടിയിട്ട് അവിടെ എടുക്കേണ്ടിട്ട് ചെറുമീനുകളൊക്കെ കൊണ്ടുപോകണ്ടായി വണ്ടിയിൽ. അപ്പോൾ ഇവിടെ കൂന്തലാണ് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയാണത്. അവിടെ മറ്റേ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടേ അവർ ഓരോ കൊട്ടയിലോട്ട് പകർത്തിയേക്കേണ്ട കൂന്തലാണത്. അതേപോലെ തെരണ്ടി അങ്ങനെ അപ്പുറത്തെ സെക്ഷനോട്ടൊക്കെ മീനുകൾ വന്ന് ഇറങ്ങിക്കിടക്കണം. കൂന്തലാണ് ഞാൻ ആ ചെന്ന സമയത്ത് കൂടുതൽ വന്നേക്കണേ കേട്ടോ. അപ്പോൾ നമ്മൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എന്നെ സംബന്ധിച്ചോ അങ്ങനെയാണ്. കാരണം കുറേ ഏരിയ കാണാനുണ്ടെങ്കിൽ എല്ലാ ഏരിയയും ഒന്ന് കവർ ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമുക്ക് പിന്നീട് അവിടെ വന്ന് പോയിട്ട് കാണാൻ പറ്റില്ല, ഇതിന് വേണ്ടി വരാനും പറ്റില്ല. അപ്പോൾ ഒരുപാട് അകലമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ഞാൻ നോക്കാറ് എല്ലാ യാത്രയിലും. കാരണം നമുക്ക് കാണാൻ ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ വന്നവർ ചിലപ്പോൾ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് ആ ഒരു ഐഡിയ ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വരാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പറ്റില്ല, നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ അതിന് കുറച്ച് ക്ഷമയും, അതായത് വെയിലൊക്കെ സഹിക്കാനുള്ള ഒരു ഇതും വേണം കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. നല്ല വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 12:30-1 മണിയൊക്കെ സമയം തോന്നണം. നല്ല വെയിലാണ്. പക്ഷേ അവിടെ അപ്പോഴും ബോട്ട് എടുക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് പോകുന്ന സമയത്ത് നമ്മൾ രാവിലെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, ഈ ഫ്ലാഗ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ആ ഒരു ഏരിയ വന്നുണ്ട്. ആ സ്ഥലത്താണ് ഈ പതാക കേട്ടോ. അത് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ പതാക വെക്കുന്നത്. അപ്പോൾ ഞാനിത് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറണം എന്ന്. ഇവിടെ റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ ഒരു വലിയൊരു ഫ്ലാഗ് നിൽക്കുന്ന ഒരു നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണും കേട്ടോ. കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് അവിടെ ഒരു തെരണ്ടിയൊക്കെ വലിച്ചു കൊണ്ടുപോണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു തെരണ്ടിയാണ്. ഇതാണ് നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ മറ്റേ ഇത് സ്മാരകമായിട്ട് അവിടെ ചെയ്യുന്നത്. നമുക്കിവിടെ ഇനിയുള്ള കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും അധികം കവർ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം എല്ലായിടത്തും വീഡിയോ എടുക്കാനുള്ള അനുവാദം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പുറമേ എടുക്കാൻ പറ്റും, അകത്തോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അകത്തോട്ടൊക്കെ കാണാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ഇതൊക്കെ ചെയ്തേക്കണതിൻ്റെ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമുക്കതെല്ലാം
പൂക്കളൊക്കെ വെച്ച് അവിടെ ചെയ്യേണ്ട ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കിട്ടിയ അവാർഡുകളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആൾ ഉപയോഗിച്ചിരുന്ന അത് ആളുടെ യൂസ് ചെയ്ത കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ആൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാലറി 1 രൂപ എന്തോ വാങ്ങിച്ചിരുന്നൊരു ആളായിരുന്നു കേട്ടോ അബ്ദുൽ കലാം. അപ്പോൾ അതേപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലക്ഷറി അല്ലാത്തൊരു ജീവിതം നയിച്ചിരുന്ന ആളാണ്. ഇവിടെ നമുക്ക് ക്യാമറയായിട്ട് പോകാം, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടെ നമ്മൾ ഫുൾ ചെക്ക് ചെയ്തിട്ട് വിടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് റൂം എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് രാമേശ്വരത്ത് വരുമ്പോൾ അവിടുത്തെ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള റൂമാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ അവിടെ ഇത്തിരി വാടകയും കുറവാണ്, എന്നാൽ നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് എടുത്തേക്കണത്. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ പുള്ളി പറയണ്ടായിരുന്നു. അപ്പോൾ റെൻറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറാൻ നോക്കാം. അല്ല, റൂമുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് കേട്ടോ. അധികം റേറ്റ് എന്ന് വെച്ചാൽ 3 പേർക്കൊക്കെ ഒരു 700 രൂപ 800 രൂപ റേഞ്ചിലൊക്കെ റൂമുകൾ കിട്ടുന്നത്. ഇതാണ് ഞങ്ങൾ താമസിച്ച സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ രാവിലെ വന്ന് ഇവിടുന്ന് ഒരു 6:30 എന്തോ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഫുള്ളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് രാവിലെ രാമേശ്വരം അമ്പലത്തിലോട്ടുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ രാമേശ്വരം അമ്പലത്തിലോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ കുളിച്ചാണ് പോയത്. കുളിച്ച് പോയിട്ടാണ് കാണാൻ പോയത്. പക്ഷേ അപ്പോൾ ബലിയിടണവർക്ക് എനിക്ക് തോന്നുന്നു രാവിലെ വന്ന് ആ ഡ്രസ്സോടുകൂടി തന്നെ വന്ന് ബലി ഇട്ടിട്ട് നമുക്ക് രണ്ടാമത് അമ്പലത്തിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നനഞ്ഞ ഡ്രസ്സ് അവിടെ പറ്റൂല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നനഞ്ഞ ഡ്രസ്സ് രണ്ടാമത് മാറിയിട്ട് വേണം ചെയ്യണം. അപ്പോൾ നമ്മൾ ബലിയിടാൻ പോയിട്ട് രാവിലെ റൂമിൽ നിന്ന് കുളിച്ച് നല്ല ഡ്രസ്സ് ഇട്ട് നല്ല പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ബലിയിടാൻ ചെല്ലുമ്പോൾ അത് ഇവിടെ നിന്ന് രണ്ടാമത് നനഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടാമത് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അപ്പോൾ പിന്നീട് രണ്ടാമത് റൂമിലോട്ട് വന്നിട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ഒരു 1/4 മണിക്കൂർ ആ വെയിലൊക്കെ കൊണ്ട് നടന്ന് ഡ്രസ്സ് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അല്ലാതെ അകത്തോട്ട് കയറ്റില്ല കേട്ടോ. പിന്നെ അകത്ത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 22 കിണർ അകത്തോട്ട് നമുക്ക് ക്യാമറകൾ ഇതിനകത്ത് നമുക്ക് ഫോണൊക്കെ കൊണ്ടുപോയി അമ്പലത്തിൽ അകത്തോട്ട്. പക്ഷേ നമ്മൾക്ക് അവിടെ എടുക്കാനുള്ളൊരു ഇത് അവിടെ ആ സമയത്ത് നമുക്ക് ചെയ്ത് കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ എടുത്താൽ അവിടെ 22 കിണറുകളിലെ വെള്ളം നമ്മൾക്ക് മേത്തൊഴിക്കുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് അവിടെ ഒരാൾ നമ്മുടെ കൂടെ വന്നതുണ്ട്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് എല്ലാവരും അവിടെ കളിക്കണ ലെവലുണ്ട്. അതിനൊരു 25 രൂപ ടിക്കറ്റ് കാര്യങ്ങൾ എടുത്താൽ മതി. പിന്നെ നമുക്ക് നമ്മൾ ഒരാളെ നമുക്ക് കൊണ്ടുപോയണേ ഒരാൾക്ക് അയാൾ 250 രൂപ വെച്ചാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആ റേറ്റ് കൊടുത്താണ് അയാളെ കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ആളാവും വന്നിട്ട് നമുക്ക് എല്ലാ കിണറ്റിൽ നിന്ന് ഓരോ ബക്കറ്റ് വെള്ളം നമ്മുടെ മേത്ത് കോരി ഒഴിക്കും. സെപ്പറേറ്റ് നമ്മൾ ഒഴിച്ച് അങ്ങനെ ചെയ്യും കേട്ടോ. പക്ഷെ മറ്റേതെന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയാത്ത ലെവലിൽ ഇത് നമ്മൾ എടുത്ത് പോയി നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാ കിണറിൻ്റെ മുന്നിൽ നിർത്തി ചെയ്യും. അതേപോലെ മറ്റേതെന്ന് വെച്ചാൽ അങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുള്ളൂ. മറ്റുള്ളവരുടെ മേത്തോട്ട് ഒരു പേർത്തി അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ആ ഡ്രസ്സ് മാറുന്നൊരു കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നീട് ഞങ്ങൾ പോയി രണ്ടാമത് ഡ്രസ്സ് മാറിയിട്ട് രണ്ടാമത് പിന്നെ വരികയാണ് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളോട് പറയും നിങ്ങൾക്ക് കുഴപ്പമില്ല കയറിക്കുമെന്ന് പറയും. ആൾ പറയണായിട്ട് കാര്യമില്ല, നനഞ്ഞ ഡ്രസ്സിൽ അവരകത്തോട്ട് കയറ്റില്ല. അപ്പോൾ അവിടുത്തെ വിൽക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ. ചിപ്പികളും കക്കത്തോണ്ട് അങ്ങനെ കക്കയുടെ ഇതൊക്കെ വെച്ചിട്ട് തോട് ഇത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹാൻഡ് മെയ്ഡാണ്, നല്ല അധ്വാനമുള്ളൊരു വർക്കാണ് കേട്ടോ ഈ കാട്ടി വെച്ചേക്കണേ. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് അയാൾ നമ്മളെ വെള്ളം ഇത് ചെയ്യാൻ കൊണ്ടുവന്ന ആൾ പറഞ്ഞ് ജസ്റ്റ് ഞാൻ ക്യാമറയിലെ കാര്യം ചോദിച്ചപ്പോൾ എടുക്കാൻ പാടില്ല എന്ന് ഇവിടെ നിന്ന് കുറച്ച് എടുത്തോ എന്ന് പറഞ്ഞ് നമുക്ക് തരണേ ചെയ്തത് പുള്ളി. പക്ഷേ മധുര ക്ഷേത്രത്തിലായാലും ഇപ്പോൾ പഴനിയിലായാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെയാണ് അവിടെ ചെയ്തേക്കണേട്ടാ. ക്യാമറ പോയിട്ടൊരു സ്മാർട്ട് വാച്ചോ ഒരു ഐറ്റം പോലും അവിടെ അകത്തോട്ട് പ്രവേശിക്കാൻ സമ്മതിക്കില്ല. ഇവരൊക്കെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലെങ്ത്തൊക്കെ ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. നമുക്ക് ഇടയ്ക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിലായാലും ഇതേപോലെയാണ് ഇരിക്കണേന്ന് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ അപ്പോൾ ഇതാണ് അവിടെ ബലിയിടാനുള്ള സ്ഥലമൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം ഞങ്ങളുടെ കൂടെ കുറച്ച് ടീമുകൾ ഉണ്ടായിരുന്നു. ആ വണ്ടിയിലെ കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ബലിയിടുന്ന ഇതിനൊക്കെ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെയാണ് അവർ കുറച്ചൊക്കെ മാറിപ്പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ ബലിയിടണമെന്ന് വെച്ചാൽ പല റേറ്റാണ് വന്നത് കേട്ടോ. നമുക്ക് പല ആൾക്കാരോട് ചോദിച്ചിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. കാരണം ചില ആൾക്കാർ 1000 വാങ്ങിക്കണവരുണ്ട്. ചില മരിച്ചവരുടെ ചടങ്ങായിട്ട് ചെയ്യണവർക്ക് 6000 രൂപയ്ക്കാണ് ആവശ്യപ്പെടുന്നത്. പെർ ഹെഡാണ് കേട്ടോ പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. അതേപോലെ ഞങ്ങൾ ചെയ്തതിൽ 300 വെച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പോലെ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഇവിടുത്തെ ചടങ്ങുകൾ വേഗമാണ് നടത്തി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 300 രൂപയുടെ ചടങ്ങാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഒരു 5-6 പേരുണ്ടായാൽ ഞാൻ കുറച്ച് പേർക്ക് ആൾക്കാർ ഇവിടെ ചെയ്തു കേട്ടോ. പിന്നെ വേറെ ഞങ്ങളുടെ കൂടെ ചേച്ചിയും കാര്യങ്ങളൊക്കെ
വേറെ അവിടെ ഒരു വന്ന വഴിക്ക് തന്നെ ഒരു ഇതുണ്ട്, അവിടെ എന്തോ 700 രൂപ എന്തോന്ന് തോന്നുന്നു, 500 രൂപ എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു അങ്ങനെ ഒരു പല ആളുടെ അടുത്തും പല ടൈപ്പിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോട്ടൊക്കെ ഉണ്ട്, അവിടെ തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കാണുന്നൊരു ബോട്ട് സർവീസൊക്കെ നടത്തേണ്ട അവർ. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്ത് അവിടെ കയറാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഓരോന്നോരം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തിരിച്ചു പോയി. പിന്നെ എല്ലാവർക്കും വിശക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ വെയിലുള്ളുമ്പോൾ ബുദ്ധിമുട്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്, നടക്കാനും ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലേ എല്ലാവരും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആദ്യമായിട്ട് രാമേശ്വരം കാണേണ്ട. അപ്പം ഇത് ഈ ഇലയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു വഴിപാട് പോലെ വിൽക്കാനായിട്ട് വന്നിരുന്നത്, അകത്ത് ചിരയുടെ എന്തെങ്കിലും തോന്നുന്നത്. പക്ഷെ അവിടെ ആൾക്കാർ വാങ്ങിച്ചത് പശുക്കൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരേ ചടങ്ങിനോടനുബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് ഈ പൂജ ചെയ്യുന്ന ആൾക്കാർ പറയണ്ടാവും ചിലപ്പോൾ ആണെങ്കിൽ കേട്ടോ. ഇവിടുത്തെ പൂജ എന്ന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മരിച്ചു പോയവർ, അവരുടെ അച്ഛൻ്റെ ഭാഗത്ത്, അമ്മയുടെ ഭാഗത്ത്, ബന്ധുക്കൾ എല്ലാവരെയും പറഞ്ഞാണ് ചെയ്യിക്കണേ. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തിയ ആനിമൽസിനെ വരെ അതിനകത്ത് അവർ ഉൾക്കൊള്ളിക്കാൻ പറയണ്ട കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഓരോന്നോരോന്ന് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നാളും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു വരവും കൂടി, ഇപ്പോൾ ഞാനൊരു അടുത്ത വരവ് വന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ വീഡിയോ എടുക്കാനൊന്നും ചിലപ്പോൾ അനുവദിക്കില്ല. അതേപോലെയാണ് ഇപ്പോൾ മാറ്റങ്ങൾ വന്നേക്കണേ കേട്ടോ. ഇപ്പം ഈ അമ്പലത്തിൽ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ അവിടെ നമുക്ക് കൊണ്ടുപോകണതിന് കുഴപ്പമൊന്നും പറയാത്തതിൻ്റെ പേരിൽ എടുക്കരുതെന്ന് അവർ പറയുന്നുണ്ട്. അവർ കാണുമ്പോൾ എടുക്കുന്നുണ്ട്. പക്ഷേ എങ്ങും എഴുതി വെച്ചിട്ടില്ല ഈ രാമേശ്വരം ക്ഷേത്രത്തിൽ കേട്ടോ. ഫോൺ ഉപയോഗിക്കരുന്ന, ക്യാമറ ഉപയോഗിക്കരുന്ന എഴുതി വെച്ചിട്ടില്ല. അതിൻ്റെ പേരിലാണ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയത് കേട്ടോ. അപ്പം നമ്മളവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ആളോട്, ആ വെള്ളം തളിക്കുന്ന ഒഴിച്ച ആളോട് ഞാൻ ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. എന്നാലും നമുക്കൊരു ഡൗട്ട് ഉണ്ടായി, എങ്ങനെ പെണങ്ങുമെന്ന് അറിയില്ലല്ലോ, നമുക്ക് നാടല്ലല്ലോ. അപ്പോൾ അങ്ങനെ അടുത്ത് പിന്നീട് അവിടെ അകത്തോട് കയറി കഴിഞ്ഞപ്പോൾ അവിടെ എടുക്കണ്ടായിരുന്നു, എല്ലാവരും എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ വൈകുന്നേരത്തേക്ക് വന്നിട്ട് രാവിലെ ഇവിടെ എത്ര ലെവൽ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം കവർ ചെയ്ത് പോയപ്പോൾ ഒരു 6 മണിയോടുകൂടി വരുമ്പോൾ നമുക്ക് ബലിയിടാനുള്ള സൗകര്യം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് അതിനുശേഷം അമ്പലത്തിൽ കയറി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ 1 മണി വരെയാണ് അമ്പലം, 1 മണിക്ക് അടയ്ക്കും എന്നാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ വൈകി വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ പിന്നെ മധുര അങ്ങനെ ക്ഷേത്രങ്ങൾ കാണാനുള്ള ഇവിടേക്ക് മാത്രമായിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. മറ്റു ക്ഷേത്രങ്ങളും കൂടി സന്ദർശിക്കുകയാണെങ്കിൽ നമുക്കപ്പോൾ ഒരു ദിവസം കൂടി അവിടെ ചിലവഴിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ടൈം ലാഭിക്കാനായിട്ട് നൈറ്റ് വരെയാണ് നല്ലത്. അപ്പോൾ നമുക്ക് അത്രയും എന്താ പറയുക, വണ്ടിയിലൊക്കെ വണ്ടിയിൽ ഉറങ്ങിയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോരാൻ പറ്റും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിണറിലൊന്നും, ഇവിടെ നല്ല കട്ടുപ്പുള്ള സ്ഥലമാണെങ്കിൽ പോലും അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് മേത്തൊഴിക്കുന്ന വെള്ളങ്ങൾക്കൊന്നും ഒരു ഉപ്പോ ഒന്നുമില്ല കേട്ടോ. നല്ലൊരു വെള്ളം തന്നെയാണ് അവിടെ കിട്ടണേ കേട്ടോ. അതൊക്കെ തന്നെ അവിടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് അവിടെ ഇത്തിരി വെള്ളം കുടിക്കാനൊക്കെ തന്നെ ഉണ്ട്. അതിനകത്തൊന്നും ഉപ്പില്ലാത്ത കിണറാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ മേത്തൊഴിക്കുന്ന വെള്ളങ്ങളൊക്കെ കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജനങ്ങൾ കയറി വന്നിട്ട് അതിനകത്ത് ഇപ്പോൾ നമ്മൾ എന്തോരം ബക്കറ്റ് എടുത്താലും പിന്നെ അവിടെ മണലായതിൻ്റെ വില അവിടെ തന്നെ തിരിച്ചെത്തും കേട്ടോ. അതേപോലെ തന്നെയാണ് വന്നത് കേട്ടോ. അത്രയും നല്ല വെള്ളം തന്നെയാണ് ഇത്ര അടുത്ത് കടലുണ്ടായിട്ടും അവിടെ കിട്ടണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദക്ഷിണ അപ്പം തന്നെ പുള്ളി വാങ്ങിക്കണം കേട്ടോ. 300 രൂപയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിടക്ക് കിട്ടുന്ന കാശൊക്കെ പുള്ളി എടുത്ത് മാറ്റി വയ്ക്കേണ്ടത്. നല്ല വരുമാനം ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ ഒരു ഇവിടെ എന്തോ എന്താ പറയുക, അന്ന് നമ്മുടെ പോലെ നാട്ടിലെ പോലത്തെ ആലുവ അല്ലെങ്കിൽ നമ്മുടെ ആലുവയിലൊക്കെ പോലത്തെ അങ്ങനെ ഒരുപാട് ആൾക്കാരില്ല. എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയേക്കണതായിരിക്കണം. കാരണം അത് ഒരു 10 പേര് താഴേക്ക് അവിടെ ഇരിക്കണുള്ളൂ അവിടെ. അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ വന്നോടത്ത് ഒരുപാട് ഇതല്ലേ ഉണ്ടാവേണ്ടതല്ലേ. അങ്ങനെ ഉണ്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ കണ്ടുള്ളൂ. ഇനി പല പല സ്ഥലത്തിലോട്ട് ഉണ്ടാകുന്നറിയില്ല. കുറേ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പിൽ കൂടെയൊക്കെ പോയി നടന്നു. പക്ഷേ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളെ കാണാതെ കഴിയുമ്പോൾ മറ്റുള്ളവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഇത് വരുന്നു. അപ്പോൾ ഇത് നമ്മളോട് നമ്മുടെ വെള്ളം ഒഴിച്ച ആൾ എടുത്തോളാൻ പറഞ്ഞാണ്ട്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തോളാൻ പറഞ്ഞാണ്ടാ, വീഡിയോ എടുക്കണോ എന്ന് ചോദിച്ചിട്ട് തന്നതാണ്ടാ. പിന്നീട് അയാൾ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ എടുത്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെർമിഷൻ ഒന്നുമില്ല. പിന്നെ നമ്മൾ നല്ലോണം എടുത്ത്, പക്ഷെ അന്നെങ്കിലും ഇടയ്ക്ക് നമ്മളോട് അവരുടെ സെക്യൂരിറ്റി കാണുമ്പോൾ എടുക്കല്ലേ എന്ന് നമ്മളോട് പറയേണ്ടവർ.
അപ്പോൾ ഞങ്ങളിത് നമ്മുടെ ഇവിടെ തന്നെ റൂമുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ആര്യാസിൻ്റെ ഹോട്ടൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു ഫുഡാണ്, നമുക്ക് നല്ല അടിപൊളി ഫുഡാണ് അവിടെ നിന്ന് കിട്ടണ കേട്ടോ. പിന്നീട് നമ്മൾ എന്താ പറയുക, അമ്പലത്തിൽ കയറി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എല്ലാവരും എടുക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്നാലും ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് കിട്ടി തന്നെ ഒരു ലെക്കാണെന്ന് പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യങ്ങൾ ഉള്ളിൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ആദ്യമൊക്കെ മധുരയിലൊക്കെ പോകുമ്പോൾ നമുക്ക് മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് എടുക്കാമായിരുന്നു. ഉള്ളിലെല്ലാം ഏരിയയും നമുക്ക് ക്യാമറ മൊബൈൽ കൊണ്ട് നടക്കാമായിരുന്നു. അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്താൽ ഇങ്ങനെ എന്താ പറയുക, ഇന്ന് അങ്ങനെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കാനൊന്നും നേരം അല്ല, സേവ് വെച്ചാൽ നമുക്ക് കിട്ടാറില്ല. ഇപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഔട്ടായി. ഇപ്പം ഇന്നാൾ ഇടുക്കി പോയിട്ട് അവർ വരെ നമ്മളെ ഡാം ഇടിപ്പിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ അതേപോലെ എല്ലാം നമ്മൾ ഒഴിവാക്കും. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വരാതിരിക്കുമോ എന്നുള്ള പേടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ആയിരിക്കുള്ളൂ പ്രശ്നം. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എല്ലാം മിക്കതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കുറേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കുറേ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക രാമേശ്വര ക്ഷേത്രത്തിൻ്റെ ഉത്ഭാവം കേട്ടോ. പിന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഫ്രണ്ടിൽ മെയിൻ്റെനൻസ് നടക്കുകയായിരുന്നു, പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടേക്കായിരുന്നു. പിന്നെ ഉൾഭാഗം കിട്ടുമല്ലോ, പക്ഷേ പുറത്ത് ചുറ്റും എടുക്കായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ വണ്ടി ഓട്ടോ വിളിച്ച് തന്നെ നടന്ന് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇത് പൊടിയൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി കർട്ടനൊക്കെ ഇട്ടേക്കാണ്, മൊത്തത്തിൽ പെയിൻറ്റിങ് അടയ്ക്കണം. ഇവിടെ മെയിൻ്റെനൻസ് എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചില സമയത്ത് അവർ വന്നിട്ട് നമ്മളോട് എടുക്കല്ലേ എന്ന് പറഞ്ഞ് പോകണുണ്ട് കേട്ടോ. അവർ പോയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം, എല്ലാവരും എടുക്കണ്ട അവിടെ. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. അന്ന് സ്റ്റേ ചെയ്തത് അവിടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ധനുഷ്കോടി പോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ വഴി മധുരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പഴനിയിലും കൂടി കയറിയാണ് വന്നത്. പഴനിയിൽ നമുക്കൊന്നും ചെയ്യാൻ ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ രഥം വലിക്കണ എന്തോ ഭയങ്കര വണ്ണമുള്ള മുളയുടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉള്ളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിനകത്ത് ഉണ്ടാകുന്നറിയില്ല, ചിലപ്പോൾ ഇതിനകത്ത് കാണാൻ പറ്റും, ഞാൻ നോക്കിയില്ല. ഓരോ വീഡിയോ എടുത്തതിനനുസരിച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഞാൻ കയറി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലായിടത്തും എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉൾഭാഗത്തായാലും ചെറുതായിട്ട് എടുക്കാം. പക്ഷേ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ എടുക്കരുതെന്നുള്ളൊരു ഇത് നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെയൊക്കെ എടുക്കണം. അവർ പറഞ്ഞേക്കണം, അതിൻ്റെ പേരിൽ നമുക്കൊരു എടുക്കാനായിട്ടൊരു ഭാഗമുണ്ട്. പിന്നെ എല്ലാവരും എടുക്കണതിൻ്റെ പേരിൽ നമ്മൾ എടുത്ത്, പിന്നെ അവർ ചിലർ കാണുമ്പോൾ കുഴപ്പമില്ല. എന്നോട് ഒരാൾ പറഞ്ഞു ഇവിടെ എടുക്കല്ലേ നിങ്ങൾ, അവിടെ പോയി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി എടുക്കണേ ഇത്, അപ്പോൾ കുഴപ്പമില്ല എന്ന് വെച്ചാൽ. അപ്പോൾ അവിടെ എടുത്ത് കഴിഞ്ഞപ്പോൾ അയാളോട് ഇത് വെച്ചെടുക്കല്ലേ, അവിടെ നിന്ന് എടുക്കും, മൊബൈൽ വെച്ചെടുക്കുക, അങ്ങനെയും പറയണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉള്ളിൽ വയ്ക്കും അങ്ങനെ. പക്ഷേ ചിലവിടത്ത് അങ്ങനെയല്ലല്ലോ, വാങ്ങിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ അവരുടെ പുറകെ നടക്കണമല്ലോ. അത് തമിഴ്മാരതിൻ്റെ പേരിൽ നമുക്ക് ഓന്തിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ. എനിക്ക് എത്ര തമിഴ് വശമല്ലല്ലോ, മാക്സിമം നമ്മൾ ഒതുങ്ങിട്ട് അങ്ങനെയാണ് നമ്മൾ കാണാതെ ഒക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഇവരുടെ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ വേറെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനുണ്ടെങ്കിലും എൻ്റെ കൂടെ ഉള്ളവർ ചിലപ്പോൾ മാറാറുണ്ട്, എങ്കിൽ പോലും ഇവർ ഇടയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ വണ്ടിക്കാണ് ഞങ്ങൾ പോയത്, അതിയാരത്ത് വണ്ടി കേട്ടോ. ആ വണ്ടിക്ക് തന്നെയാണ് ഞങ്ങൾ പോകാറ് കേട്ടോ. വേറെ ട്രിപ്പുകൾ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ടൂർ പോകുമ്പോൾ നമ്മുടെ കൂടെ വരാറുള്ള ഒരാളാണ് നമ്മുടെ കണ്ണൻ. അപ്പോൾ ഞങ്ങളുടെ വേറെ ആൾക്കാർ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഡയറക്റ്റ് കയറുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവിടെ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഇതുണ്ടായില്ല. അപ്പോഴാണ് ഇയാൾ വന്ന് നമ്മളോട് പൈസക്ക് ഇങ്ങനെ ഇത്ര ചെയ്ത് ഞങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറിയാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇതിലേ കയറി, അവർ വേറൊരു ഗ്രൂപ്പായിട്ട് മാറി. അങ്ങനെ അതാണ് അവരെയൊന്നും നമുക്കിവിടെ കാണാൻ പറ്റാതെ വന്നത്. പിന്നെ അവസാനം നമ്മൾ എല്ലാവരും റൂമിലോട്ട് വന്നതിൻ്റെ പേരിൽ കുഴപ്പമില്ല. അപ്പോൾ വണ്ടീൻ്റെ സ്ഥലത്ത് തന്നെ ചെല്ലാൻ പറ്റും എന്നുള്ള ലെവലുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാമേശ്വരത്തിലെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.